ചിത്രീകരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ചിത്രീകരിക്കുന്ന വെച്ചാൽ ആറാട്ടണ്ണൻ എന്ന് വെച്ചാൽ ആള് ആദ്യം കോമാളിത്തരങ്ങൾ ഉണ്ടായില്ല. ഈ പെരേര ഇതിനകത്തേക്ക് വന്ന് ഓരോ ഡാൻസ് കളിയും കാര്യങ്ങളും കാണിച്ച് പുള്ളി അതുപോലെ അനുകരിക്കാൻ തുടങ്ങി. കാര്യം പുള്ളിക്ക് വേറെ മാർഗ്ഗമില്ല. ഈ മാർഗ്ഗം ഇല്ലാത്തവർ കളിക്കുന്ന കളിയാണ് മാർഗ്ഗം കളി. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടി ആദ്യം പുള്ളി ചെയ്യൂലായിരുന്നു. പിന്നെ പുള്ളി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് പെരേരനെ കണ്ടിട്ടാന്ന് എനിക്ക് തോന്നണം. അല്ലാണ്ട് പുള്ളി ഇതിനു മുമ്പ് അങ്ങനെ ഇങ്ങനെ റിവ്യൂ പറയും പോകുന്നല്ലാണ്ട് പുള്ളി അങ്ങനെ ഡാൻസ് കളിക്കാനോ കോമഡിത്തരോ കാണിക്കാനോ നിൽക്കൂല. അണ്ണനായിട്ട് ചെയ്യുന്നതാണോ അണ്ണനെ കൊണ്ട് മീഡിയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യിക്കുന്നതാണോ? ഇല്ല, അണ്ണൻ രാത്രിയാകുമ്പോൾ ഓരോന്നും ചെയ്യണില്ല. അതിൽ മീഡിയക്കാരുണ്ടാവില്ല. ഡാൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഡാൻസ് ചെയ്ത് റൂമിൽ നിന്ന് ഡാൻസ് ചെയ്ത് നമ്മൾ പല മീഡിയാസിലും കാണാറുണ്ട് അല്ലേ? ചെയ്യാറ് ചില പറയുന്ന മീഡിയാസ് ചെയ്യിക്കുന്നതാണ്. ഈ മീഡിയക്കാര് അണ്ണനെ കോമാളി ആക്കിയതാണ്. കൊറേയൊക്കെ ശരിയാണ്. ചിലതൊക്കെ അണ്ണൻ സ്വയമായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി വീട്ടിന്റെ അകത്ത് നിന്ന് തന്നെ വീഡിയോ ഒക്കെ ഡാൻസ് കളിക്കാൻ എനിക്ക് ചിരി വന്നു പോയി. പുള്ളിയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ജനങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അല്ല അങ്ങനെ ചെയ്യുമ്പോ എന്നുള്ള പ്രശ്നം വെച്ചാൽ ആറാട്ടണ്ണനെ പെരേനെ വേറെ രീതിയിലാണ് ആൾക്കാർ കണ്ടത്. പക്ഷെ ഈ അണ്ണൻ ഇങ്ങനെ കാണിക്കുമ്പോ ഇവര് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുള്ളൂ. കാര്യം പെരേര എന്ന് വെച്ചാൽ ഡാൻസ് കളി അങ്ങനെ കോമാളിത്തരം കാണിച്ച് നടക്കുന്ന ആളാണ്. ആറാട്ടണ്ണൻ എന്ന് വെച്ചാൽ ആള് ആദ്യമേ റിവ്യൂ ഒക്കെ പറഞ്ഞ് മര്യാദക്ക് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് അണ്ണൻ ഇവന്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനും പിടിക്കാനും അങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു കോമാളി ഇമേജ് ആയി. പിന്നെ നമ്മളും കൂടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടി. പിന്നെ പല സ്ഥലത്തും നമുക്ക് ചാൻസ് വെച്ച് ചെല്ലുമ്പോഴും ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടിട്ട് നമ്മളെ പലരും ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ മിക്ക സ്ഥലത്തും എനിക്ക് അത് കാരണം ഇവരെ ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇനിയിപ്പോ ഇവരെ ഒഴിവാക്കാൻ ഞാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോ നമ്മള് സിനിമയിലായാലും എന്തിനാലും ആഗ്രഹിക്കുന്നത് 10 പേര് തിരിച്ചറിയണം. ഇപ്പൊ 10 പേര് തിരിച്ചറിഞ്ഞു. ഇനി ആറാട്ടണ്ണനും പെരേനെ വിട്ടൊന്നും ഞാൻ വേറെ ഇനി സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് സിനിമയില് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അത് സാധിച്ചു. പിന്നെ സിനിമയിൽ അഭിനയിക്കണത്തിന് നമ്മൾ 10 പേര് തിരിച്ചറിയാനായിട്ടാ. അല്ല, അപ്പൊ വരുമാനം വേണ്ടേ? വരുമാനം ഞാൻ ഓട്ടോ ഓടിക്കണ്ടല്ലോ, അത് മതി. എനിക്ക് ഓട്ടോ ഓടിച്ച ജീവിതം എനിക്ക് ജീവിക്കാനുള്ള ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ എറണാകുളം സിറ്റിയിൽ ജനിച്ചു വളർന്നതാ, മനസ്സിലായി. എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് 100 വഴികളുണ്ട്. എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ എനിക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഡ്രൈവറാണ്, ഹെവി ലൈസൻസ് ഉൾപ്പെടെയുള്ള ഒരുത്തരാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇപ്പൊ ലോറിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 2 ദിവസം പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് 5000 രൂപ കിട്ടും. അല്ലാതെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു നടനാവണം ലോകം മൊത്തം അറിയപ്പെടുന്ന നടനാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പൊ മിക്ക സ്ഥലത്തും ചെല്ലുമ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉള്ളതല്ലേ അത് അവഗണനയാണ്. 2-3 പ്രാവശ്യം കിട്ടിയായിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ ഇപ്പൊ നമുക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ആഗ്രഹം പോയി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചോദിക്കുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ആ ഒരു സെക്ഷനിൽ ഒരു എന്താ പറയാ ആ ഒരു ഇതിലെ കൂട്ടത്തിൽ ഒരാളായി പോയി ഞാൻ.